ഗുരുവിള വേറെ ഞാൻ പറയാൻ ഒരു വാക്ക് വരുമായിരുന്നു. ഈ മതം ഉണ്ടല്ലോ, പോൾ, മതം എപ്പോഴും വേറൊരാളെ മതം പൊട്ടി നടക്കുന്ന പോലെ ഭ്രാന്ത് വരും. അത് ഇന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടല്ലോ ഭയങ്കര ഫ്രീ ബേർഡ്. അവൻ എന്ത് ചെയ്യുന്നു, ഇവൻ എന്ത് ചെയ്യുന്നു, അതാ സ്പിരിച്വൽ ആവുന്നതിന്റെ ഒരു സ്റ്റാറ്റിക് സൈക്കിൾ ആണോ അതോ വഴിയുള്ള സൈക്കിൾ ആണോ? വഴിയിലല്ല, സ്റ്റാൻഡിങ് സൈക്കിള്, എക്സസൈസ്. നമുക്ക് ഈ പ്രാന്താശുപത്രി ഡോക്ടർ സൈക്കിൾ എക്സസൈസ് ചെയ്യുന്നല്ല ഗുരുവിളിച്ച. എനിക്ക് നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് നോക്കുന്നവർക്ക് നല്ലതാ ഈ സൈക്കിൾ. ആക്ച്വലി സൈക്കിൾ ഇത് വേറെ വെളിയിൽ റോഡിൽ കൂടെ ചവിട്ടുന്ന സൈക്കിൾ ഇരിപ്പുണ്ടോ? അത് വൈകിട്ടോ വല്ലതൊക്കെ സമയം നോക്കി എടുത്തു വർക്കൗട്ട് ചെയ്താൽ ഉന്മേഷം വരും. അത് അങ്ങനെ ആളുണ്ട് ക്ലബ് ഹൗസിൽ. ആക്ച്വലി ഞാൻ പള്ളിയിലാണ്. ഏതായാലും ഹെഡിങ് പോലെ തന്നെ ഉരുളച്ചായം വരികയും ചെയ്തു. കുരുളച്ചായ അച്ചായന്റെ കൂട്ടുകാരൻ ഈ ക്ലബ് ഹൗസിൽ എന്നും വന്ന് തേഞ്ഞൊട്ടുന്നുണ്ട് കേട്ടോ. പുള്ളിയോട് ഒരാഴ്ച അവധി എടുക്കാൻ ആ പിപ്പിലാതെ. അതറിയത്തില്ല. എല്ലാ ദിവസവും വന്ന് തേഞ്ഞൊട്ടു. ഇന്നലെ വന്ന് തേഞ്ഞൊട്ടി പോന്നു. എന്തുവായിരുന്നു ടോപ്പിക്ക്? യഹോവ. പുള്ളി ഇങ്ങനെ യഹോവ സംരക്ഷണ സമിതിയുടെ വൈസ് പ്രസിഡന്റാ പുള്ളി. ഞാൻ യഹോവ എന്നുള്ളത് മാറ്റി പിടിച്ചിട്ട് കർത്താവാക്കി. അത് കുത്തിയായി. അങ്ങനെ വല്ല കാര്യങ്ങൾ ചെയ്യണ്ട അച്ഛാ. അപ്പൊ കർത്താവ് സർവശക്തനൊന്നും അല്ല, ഇരുമ്പുരഥമൊക്കെ കാണുമ്പോ പേടിച്ചോടി പോകുന്ന ആളാണെന്ന് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടു. കുഴപ്പമില്ല. കാരണം അപ്പം ഞാൻ പറയാം, കൊരിന്ത്യലേഖനം 8-ാം അധ്യായത്തിൽ പല കർത്താക്കന്മാരുണ്ടെന്ന് ഞങ്ങളുടെ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കർത്താവ് ഇരുമ്പുരഥം കണ്ടാൽ പേടിക്കും. ഞങ്ങളുടെ കർത്താവായ യേശു ഇരുമ്പുരഥം അല്ല, മരക്കുരിശും ആണിയും കണ്ടാലും പേടിക്കത്തില്ല. അപ്പൊ അത് കുഴപ്പം. എന്തായാലും കർത്താവ് എന്നാണ് അവിടെ ഉള്ളത്. ആണെന്ന് പല കർത്താക്കന്മാരുണ്ടെന്നേ, അത് ഞങ്ങളുടെ ബൈബിളിലുണ്ട്. ഞങ്ങളുടെ കർത്താവ് പേടിക്കും. ആ കർത്താവാണ് യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത്. അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഞായറാഴ്ച വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതൊക്കെ. നമ്മുടെ ചെറിയാച്ചാൻ ഇരുന്നുകൊണ്ട് ഈണത്തിൽ വായിക്കുന്നുണ്ട്. എനിക്ക് അറിയാത്തോണ്ടാണ് ജസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏത് കർത്താവിനെ അഭിഷേകം ചെയ്തു? അതൊക്കെ അസൂയക്കാർ പലതും പറഞ്ഞുണ്ടാക്കുന്നേ. എന്തൊരു കൗശലമാണ്. കൊരിന്ത്യലേഖനത്തില് അനേക കർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത് നമുക്ക് ഒരു കർത്താവേ ഉള്ളെന്നാ പറയുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര പ്രശ്നമാണല്ലോ. അല്ല, ക്രിസ്ത്യാനികൾക്ക് കുരുവളച്ചാനൊന്നും അതിനകത്ത് വരത്തില്ലല്ലോ. അത് പൗലോസ് ക്രിസ്ത്യാനി അല്ലല്ലേ? പൗലോസും ഞങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളാ. നിങ്ങൾ പൗലോസ് പറഞ്ഞൊന്നും അംഗീകരിക്കുന്ന ആളല്ലല്ലോ. അല്ല, പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തു പറഞ്ഞ അനുസരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. പൗലോസിനെ മാറ്റി നിർത്തുന്നതാണ്. പൗലോസിനെ ക്രിസ്തു പറഞ്ഞത് അനുസരിക്കുന്ന, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരെയാണ്, ക്രിസ്തുവിന്റെ ശിഷ്യരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. അപ്പൊ ക്രിസ്തുവിന്റെ ശിഷ്യരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുമെങ്കിൽ നിങ്ങളാരും ക്രിസ്ത്യാനികളല്ല, ഞാനാണ് ക്രിസ്ത്യാനി. ഹലോ, ഞാൻ ബൈബിളിൽ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നവരാണ് ദൈവമക്കൾ എന്നൊക്കെ. അപ്പോ ശരിക്കും നമ്മള് മനുഷ്യരാണെങ്കിൽ എത്ര പേര് ദൈവമക്കൾ? വിളിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ദൈവം യേശു ക്രിസ്തു അല്ല. യേശു പറഞ്ഞ ദൈവമാണ് എന്റെ ദൈവം. എനിക്ക് അങ്ങനെ ദൈവം എന്ന് പറഞ്ഞ ചോദിക്കുന്നത് അല്ല, ഞാൻ പറഞ്ഞേ ഞങ്ങള് ക്രിസ്ത്യാനികളോടുള്ള ചോദ്യമാണ് ഗുരുളച്ച ഇതൊക്കെ. അല്ല, നിങ്ങൾ ക്രിസ്ത്യാനികൾ അല്ലെന്ന് ഞാനിപ്പോ പറഞ്ഞല്ലോ. യേശു ക്രിസ്തു പറഞ്ഞത് അനുസരിക്കാം. യേശു ക്രിസ്തു പുള്ളിയുടെ ദൈവം അല്ല എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു എന്റെ ദൈവമല്ല, എന്റെ ഗുരുവാണ്. മച്ചോ, നല്ല ഗുരുവാ. അതായിരിക്കും കുരുവിള എന്ന് പേരിട്ടിരിക്കുന്നത്. അത് കൂവല്ലേ? അങ്ങനെയാണ് ഗുരുവിള. നമുക്ക് പേര് കുരുവിള എന്നാക്കിയാലോ? കുരുവിള മാറ്റി കുരുവിള വേണ്ട, കുരുവിള എന്ന് തന്നെ കിടന്നാ മതി. എന്റെ പേര് എന്റെ അപ്പനും അമ്മയും ഒക്കെ ഇട്ടതും എന്റെ വല്യപ്പന്റെ പേരും ഒക്കെ അതങ്ങനെ കിടന്നാ മതി. അത് ഐഡന്റിഫിക്കേഷൻ. എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു കേട്ടോ. ഗുരു എന്ന് പറഞ്ഞ എങ്ങനെ അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഗുരു മാത്രമാണോ? ഗുരു മാത്രമാണോ? മാത്രമെന്ന് പറയരുത്. ശരി, ഇതാണ് വിഷയം. നമ്മള് യേശു മനുഷ്യനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു മനുഷ്യനാണെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു വെറും മനുഷ്യൻ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ശരിയല്ലല്ലോ. അതാ ഞാൻ പറയാം. നമ്മളിപ്പോ വെറും മനുഷ്യനും
പൂർണ്ണ ദൈവം. അപ്പൊ ഈ വെറുമൊക്കെ എന്തിനാ ചേർക്കുന്നേ? ഞാൻ പറയാത്തത് അല്ലല്ല, ഒരു മിനിറ്റ് കുരുളച്ച, നമ്മള് ഹയസ്റ്റിൽ എടുക്കത്തുള്ളൂ. ഞാൻ പറയാം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അതാണ് ഹയസ്റ്റ്. അപ്പൊ പിന്നെ ഗുരു എന്ന് കുരുളച്ചൻ പറയുമ്പോ തെറ്റിദ്ധാരണ വരുത്തിയില്ല? ഇല്ല, ഒരു തെറ്റിദ്ധാരണയില്ല. യേശു ഗുരുവാണ്, യേശു മനുഷ്യനാണ്, യേശു ദൈവത്താൽ നിയോഗിതനായ കർത്താവാണ്, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഇതെല്ലാം യേശുവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ അതെല്ലാം വിശ്വസിക്കുന്നു. പക്ഷേ യേശു ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശു എന്റെ ദൈവവുമല്ല. എനിക്കൊരു ദൈവമേ ഉള്ളൂ, പൗലോസ്ലീഹയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് യേശു എന്റെ ദൈവമല്ല, യേശു ക്രിസ്തുവിന്റെ ദൈവമാണ്. പിതാവാണ് പൗലോസിന്റെ ദൈവം, ആ ദൈവമാണ് എന്റെയും ദൈവം. അല്ല, അത് മനസ്സിലായി, കുരുളച്ചൻ പറഞ്ഞു മനസ്സിലായി. പക്ഷെ ഒറ്റ വാക്കിൽ ഇത്രയും നമ്മൾ ചെറുത് പറയണ്ട. ഇപ്പൊ എന്റെ ഭർത്താവ് വലിയ ഹോസ്പിറ്റലിൽ CEO ആണ്, അങ്ങനെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ മക്കളുടെ അപ്പനാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന റിലേഷൻഷിപ്പ് അല്ലേ പറയുന്നത്. ഗുരു എന്നൊക്കെ പറയുമ്പോ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ വേറെ തരത്തിലല്ലേ. അല്ല, ഇതെല്ലാം യേശു പറഞ്ഞ കാര്യങ്ങളല്ലേ? യേശു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഗുരുവാണ്, നിങ്ങൾക്ക് കർത്താവാണ്. യേശുവിന്റെ ശിഷ്യർക്ക് യേശു കർത്താവാണ്, യേശു ഗുരുവാണ്, യേശു മശിഹയാണ്. എന്നാൽ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഗുരു. ഒരു മിനിറ്റ്, നടത്താൻ പറ്റത്തില്ലല്ലോ. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തി. ഇത് കേക്ക് സഹോദരി. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് ശിമോൻ പത്രോസ് പ്രസ്താവിച്ച് യേശു ക്രിസ്തു സർട്ടിഫൈ ചെയ്ത ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതല്ലാതെ ബാക്കിയൊന്നും അല്ല. അതാണ് ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ജീവനുള്ള പുത്രന്റെ മകൻ എന്ന് പറഞ്ഞാൽ അത് ദൈവപുത്രൻ എന്ന് പറഞ്ഞ ദൈവമല്ലേ? ദൈവപുത്രൻ ദൈവമാണ്. അങ്ങനെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞ അനേകരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ദൈവങ്ങളാണ്, അവരെല്ലാം ദൈവങ്ങളാണെന്ന് പറഞ്ഞാൽ അതുപോലൊരു ദൈവമാണ് യേശു എന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല. അല്ല, കുരുളച്ച ഏകപുത്രനല്ലേ? സ്വന്തം പുത്രൻ, ഏകപുത്രൻ. യേശു ക്രിസ്തു ഏകപുത്രൻ എവിടാ പറഞ്ഞിരിക്കുന്നേ? തന്റെ ഏകജാതനായ പുത്രൻ അല്ല, തന്റെ ഏകജാതന പുത്രൻ എന്ന് പറഞ്ഞു. പിന്നെ ആരാ? ആ വാക്യം ഒന്ന് ശരിക്കും വായിച്ചു നോക്കിക്കേ. അത് യേശു ക്രിസ്തു ആരെ കുറിച്ചാണ്? അല്ല, ശരിക്കും നമുക്ക് ഈ വാക്യം വായിക്കേ. 3:16 ഒന്ന് യോഹന്നാൻ 3:16 വായിച്ചു നോക്ക്. എന്തോ എഴുതിയിരിക്കുന്ന അവിടെ? തന്റെ ഏകജാതൻ എന്ന് പറഞ്ഞ വേറെ പുത്രന്മാർ ഒത്തിരി ഉണ്ടെന്നാണോ? തന്റെ ഏകജാതനെ കുറിച്ച് യേശു പറഞ്ഞ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാക്യം വായിച്ചു. അതല്ലേ അങ്ങോട്ട് പോലെ എങ്ങോട്ട് പോകണം? ആ പറഞ്ഞ വാക്യം ഏകജാതനായ പുത്രൻ എന്ന് സഹോദരി പറഞ്ഞ വാക്യമാണ് ഞാൻ എടുത്തത്. അത് യേശു ക്രിസ്തു ആണെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത്? അതിനുമല്ല സഹോദരൻ, പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും ഇല്ലേ? പരിശുദ്ധാത്മാവുണ്ട്, അതിനെന്താ? ആ പുത്രനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മിനിറ്റ്. ഏത് പുത്രൻ? ആ പുത്രൻ ഏത് പുത്രനാ? മറ്റേ പണ്ടൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, തേങ്ങ. യേശുക്രിസ്തു പറഞ്ഞ പിതാവേ, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ യേശു പറഞ്ഞത് നിങ്ങൾ പിതാവിന്റെയും എന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, കുരുളച്ചൻ പറഞ്ഞേ പൗലോസ് വലിയ ഇതാണ്. അപ്പൊ ആദിമ നൂറ്റാണ്ടിൽ നമുക്ക് ശിഷ്യന്മാർ വഴിയും അപ്പോസ്തലന്മാർ വഴിയല്ലേ വെളിപ്പാട് തന്നെ. അവരല്ലേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെ വന്ദനം ചെയ്ത് തുടങ്ങി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വന്ദനം ചെയ്തോട്ടെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചോട്ടെ. ഇതിനൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ ഇതെല്ലാം എഗ്രി ചെയ്യുന്നതാണ്. പക്ഷെ യേശുക്രിസ്തുവാണ് ഏകജാതനായ പുത്രൻ എവിടെ എഴുതിയിരിക്കുന്നത്? തന്റെ ഞാൻ അതല്ല. അപ്പൊ കുരുളച്ചാന് പിതാവിന് ഒത്തിരി മക്കളുണ്ടെന്നാണോ? എന്റെ ദൈവത്തിന് ഒരുപാട് മക്കളുണ്ട്. എന്റെ ദൈവത്തിന് ഒരുപാട്. ഒരു മിനിറ്റ്, ഇവൻ എന്റെ ഒരുപാട് മക്കളുണ്ടെങ്കിൽ വെച്ചു ഞാൻ പ്രിയപുത്രനെ പിടിക്കുന്നുള്ളൂ. ഇവൻ എന്റെ പ്രിയപുത്രൻ. അതേതാ? ഇപ്പൊ പ്രിയപുത്രനായോ? ഒരുപാട് മക്കൾ ഉള്ളത് കൊണ്ടാണ് പ്രിയപുത്രൻ എന്ന് ഒരാളെ കുറിച്ച് പറയുന്നത്. അല്ല, കുരുളച്ചാന് പിതാവിന് 1000 മക്കള് വെച്ചോ? ഞാൻ പറയുന്ന പ്രിയപുത്രന്റെ കാര്യം പറയാം. അത് കർത്താവാണ്. പ്രിയപുത്രന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയപുത്രൻ ആയിക്കോട്ടെ, അതിന് കുഴപ്പം എന്താ? അച്ഛൻ എനിക്ക് കുഴപ്പമില്ല, കുരുളിച്ചാലല്ലേ പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ല. യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രിയപുത്രനാണ്. അനുസരണം കൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കാൻ കൊടുത്ത അനുസരണത്തിലൂടെ തികഞ്ഞവനായ പുത്രൻ. അതെങ്ങനെ ദൈവമാകുന്നത്? അച്ഛാ, ഒരുപാട് കാര്യം കുരുളച്ചൻ പറഞ്ഞു. സൈക്കിൾ ഓടിക്കുന്നതിന് പെൻഷനാന്ന് തോന്നുന്നു. നമ്മൾ സ്റ്റോപ്പ് ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ ഇറങ്ങാൻ വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ പറയുന്ന കാര്യത്തിലാണ്. ഒരു വാക്കിനും വള്ളിക്കും പുള്ളിക്കും മാറ്റം ഉണ്ടാവത്തില്ല. അല്ല, മാറ്റം വേണ്ട. നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്ത ദൈവമല്ലേ? ഈ ദൈവപുത്രൻ പറഞ്ഞു ദൈവമാണെന്നും പറഞ്ഞു. മാറ്റമില്ലാത്ത ദൈവമെന്ന്
ഏത് ദൈവത്തിന് കർത്താവിന്റെ എത്ര കാര്യം പറഞ്ഞു? കർത്താവുണ്ട് അപ്പോ? ഏഹ് ഈ ഞാൻ യഹൂദന്മാരുടെ കർത്താവിന്റെ കാര്യമല്ല പറയുന്നത്, ക്രിസ്ത്യാനികളുടെ നമ്മുടെ കർത്താവിന്റെ കാര്യം പറയുന്നത്. നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്ത ദൈവമെന്ന് യഹൂദന്മാര് പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമോ ഒരുത്തൻ മാത്രമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഏകനല്ലോ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. ദൈവം അത് തന്നെ ഒരുത്തൻ നമ്മൾ പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പൗലോസ് പറയുന്ന കർത്താവിന് ഒരു മാറ്റമില്ല, ഞങ്ങളുടെ തന്നെയാ. ഞങ്ങളുടെ തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? അല്ലല്ല, പൗലോസിന് വേറൊരു കർത്താവ് ഉണ്ടായിരുന്നു, അത് പുള്ളി ചവിട്ടി കളഞ്ഞല്ലോ. പൗലോസിന് വേറെ കർത്താവ് എവിടെ? പുള്ളി ന്യായപ്രമാണത്തിനുണ്ടല്ലായിരുന്നു. ന്യായപ്രമാണത്തിൽ എവിടെ? എന്ത് കർത്താവ്? പുള്ളി തന്നെയല്ലേ പറയുന്നേ, ന്യായപ്രമാണത്തിനൊരു കർത്താവ് ഉള്ളതുകൊണ്ടല്ലോ, അല്ലെങ്കിൽ ന്യായപ്രമാണം മാറ്റി മാത്രം കളഞ്ഞിട്ട് അതിന്റെ എന്തുവാ സഹോദരി പറയുന്നത്? പരസ്പരം യാതൊരു വിധത്തിലും കണക്ട് ആവുന്നില്ലല്ലോ. എത്ര ദൈവങ്ങളുണ്ട് സഹോദരി? എന്റെ അറിവിൽ ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളല്ലോ. ഇനി ഒന്നിലധികം. അപ്പൊ പിന്നെ യേശു ക്രിസ്തു എങ്ങനെയാ ദൈവമാകുന്നത്? അല്ല, ത്രിയേക ദൈവം അല്ലേ? യേശു ക്രിസ്തു എങ്ങനെയാ ദൈവമാകുന്നെന്ന് പറ. ഞാൻ പറഞ്ഞ ദൈവപുത്രൻ ദൈവം അല്ലേന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പൊ ദൈവപുത്രൻ നിങ്ങൾ പറയുന്ന ദൈവത്തിന്റെ അപ്പൻ ആരാ? ദൈവമല്ലേ? ദൈവത്തിന്റെ അപ്പൻ ഏറ്റവും ലാസ്റ്റ് അല്ലേ? ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ പിതാവില്ലേ? അല്ല, അത് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ എന്നല്ലേ ഈ പറയുന്നത്? ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവവും അല്ല, പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണെന്നല്ലേ നിങ്ങൾ? അപ്പൊ രണ്ട് ദൈവങ്ങളായില്ലേ? അത് അച്ഛാ, ഞാൻ പറഞ്ഞ പുലിയുടെ കുട്ടി പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ അത് പുലികൾ എന്നാണോ? അത് പുലിയുടെ കുട്ടിയോ ആടിന്റെ കുട്ടിയോ ആയിക്കോട്ടെ, പക്ഷെ രണ്ടെണ്ണമായില്ലേ? ആടിന്റെ കുട്ടിയല്ലേ പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടെണ്ണത്തിനെ കൊണ്ടുവരുന്നല്ലോ. എന്റെ അച്ഛ, അതാ ഈ കുരുളച്ച എനിക്കൊന്നും അച്ഛന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിതാപുത്ര എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങളാണ് ഒരു വിഷയത്തിലും നിൽക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരുന്നത്. കാരണം എനിക്ക് ദൈവം ഒരുവൻ മാത്രമാണ്. ഒരുവൻ അപ്പനും മോനും ദൈവമല്ല, പിതാവാണ് ദൈവം. അല്ല, പിതാവാണ് ദൈവം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് എന്തുവാ? ഏകജാതൻ ആദ്യജാതൻ എന്ന് പറയുന്നത് എന്തുവാ? നമുക്ക് ആരിലൂടെ പ്രവേശനം കിട്ടിയിട്ടുള്ളൂ? എന്റെ സഹോദരി, ഏകജാതന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഏകജാതൻ യേശുക്രിസ്തു ആണെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. വല്ല എഴുതാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് എഴുതാത്ത ഒരുപാട് ഏകജാതനാണെന്ന് യേശുക്രിസ്തുവും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള നിങ്ങൾ കാണിച്ചോ ഇന്നാരാ? ലോകത്ത് ഒരു മനുഷ്യനും പറയാത്ത അബദ്ധമാണ് അച്ഛൻ രാവിലെ സൈക്കിളായിരുന്നു പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന് നൽകിയ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് യേശുക്രിസ്തു എന്നാണ് സകല ക്രൈസ്തവരും വിശ്വസിക്കുന്നത്. അതാണ് യോഹന്നാൻ ശ്ലീഹ. ആർക്കും എന്തും വിശ്വസിക്കാം. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ വാക്യത്തിൽ തന്നെ ഈ പറഞ്ഞ ഏകജാതനായ പുത്രനെ യേശുക്രിസ്തു പോലും അഡ്രസ് ചെയ്യുന്നത് അവൻ എന്നാണ്. അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ഈ അവൻ ആരാ? അയ്യോ, അത് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് അച്ചായ. അതാണ് ഇതാണ് എന്തെങ്കിലും തോന്നിയത് വിശ്വസിക്കുന്നത് ഇഷ്ടമില്ലാതെ ഞാൻ പറയട്ടെ അച്ഛൻ, മ്യൂട്ട് ബഹളം വെക്കാതെ. ഇതേ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവനെ അവർ അധർമ്മികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, മഹാപുരോഹിതന്മാർക്കും മൂപ്പന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കും. അവനാരാ? അവരവനെ ക്രൂശിക്കും. അവനാരാ? മ്യൂട്ട് ചെയ്ത് വെക്ക. പറഞ്ഞു തീർന്നിട്ട് അച്ചായൻ ഇത് തീരെ വിവരമില്ലാത്ത ഏതെങ്കിലുമൊക്കെ കോളനികളിൽ ചെന്ന് അച്ചായനല്ല ഏതെങ്കിലും വിവരമില്ലാത്ത ഏതെങ്കിലും ഇല്ലിറ്ററേറ്റ് കോളനിയിലൊക്കെ പോയി അവരോട് പറയാൻ കൊള്ളാം. അവനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ലാതെ പൊട്ടനായി പോയല്ലോ. ആ ഭാഷയിൽ അവനെ നൽകാൻ എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയധിക്ഷേപമല്ല. അച്ചായൻ പറയുന്നത് ബ്ലണ്ടറാണ്, പമ്പര വിഡ്ഢിത്തരമാണ്. അവനെന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയുടെ പ്രത്യേകതയിലാണ്, ഭാഷയില് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുന്നതാണ് അവനെ നൽകുവാൻ തക്കവണ്ണം. അപ്പൊ അത് വേറൊരു അവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റവൻ ഏതാണെന്ന് അച്ചായൻ പറയണം. ഞങ്ങളത് യേശു തന്നെയാന്ന് പറയുമ്പോൾ അത് യേശു അല്ലെന്ന് പറയുന്ന അച്ചായന് ബാധ്യതയുണ്ട്. അച്ചായൻ വേണം പറയാൻ അവൻ ആരാണ്. മനസ്സിലായി? വ്യക്തിയധിക്ഷേപം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഏത് വ്യത്യാസം ഞാൻ പറഞ്ഞു?
വട്ടനോ മരപ്പൊട്ടനോ വിവരമില്ലാത്ത ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ റീപ്ലേ ഓണാണ്. കുരുളിച്ച പറഞ്ഞത് കുരുളിച്ചാൻ ഇത് ഏതെങ്കിലും കോളനിയിലുള്ള പൊട്ടന്മാരോട് പറഞ്ഞു. കുരുളിച്ച എന്തിനാ പെട്ടെന്ന് ഞങ്ങൾ വന്നത്? അല്ലല്ല അങ്ങനല്ല. നമ്മൾ ഏതെങ്കിലും കോളനി പോയി അവരോട് പറഞ്ഞ് അവരെ കളിപ്പിക്കാം, ഞങ്ങളെ പോലെയുള്ളവരെ കളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ല അച്ചായൻ പൊട്ടനാന്ന് പറഞ്ഞില്ല. അച്ചായൻ അതിബുദ്ധിമാനാണ്, അതുകൊണ്ടാണ് കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല. അച്ചായൻ കേൾക്ക, അച്ചായൻ കേട്ട, അച്ചായൻ അതിബുദ്ധിമാനാണ്, ധീരനാണ്, അത് തന്നെയല്ല സാഹസപ്രിയനും. അല്ലെങ്കിൽ ഈ റൂമിൽ കയറി വന്ന് ഇത്തിരി മണ്ടത്തരം പറയുമോ? ഒക്കെ നിങ്ങൾ വ്യക്തി അധിക്ഷേപം നടത്തിക്കോ, എനിക്ക് പ്രശ്നമില്ലെന്നേ. അല്ല അച്ചായ, തന്റെ ഏകജാതനായ പുത്രനെ ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോ ആ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു ആണെന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തു അല്ല എന്നും നിന്ന് തർക്കിക്കാനുള്ള ഒഡാസിറ്റി ചാൾസ് ശോഭരാജ് പോലും ഇല്ല. അത് അച്ചായന് മാത്രമേ ഉള്ളൂ. അതായിക്കോട്ടെ. എന്തായാലും യേശുക്രിസ്തുവാണ് ഏകജാതനായ പുത്രൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്ന വാദമാണത് യേശുക്രിസ്തുവാണ് ഏകജാതനായ പുത്രൻ എന്നുള്ളത്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വാക്യമില്ലാത്തതിന് അത് എന്റെ കുറ്റമാണ്. എന്റെ പൊന്നാച്ചായ, അതിന്റെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോ പുത്രനെ പറ്റിയാണ് ആ സുവിശേഷം മുഴുവൻ എഴുതിയിരിക്കുന്നത്. അത് ഓപ്പണിംഗ് തൊട്ട് ഇങ്ങോട്ട് പുത്രനെ പറ്റി പറഞ്ഞ് വന്നിട്ട് തന്റെ ഏകജാതനായ പുത്രന് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പിന്നീട് പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാമാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രമേയം തന്നെ. ആ സുവിശേഷം ഒരു വാക്യം ഇടയ്ക്ക് കയറാച്ചായ, ഒരു വാക്യം മാത്രം എടുത്ത് അച്ചായൻ പറയുന്നത്. നിങ്ങളുടെ നമ്മളെ പോലുള്ള കോളനിയിലുള്ള ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കും. ഞങ്ങളെ പോലെ ബൈബിൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നവർ വിശ്വസിക്കത്തില്ല. ഇത്രയുള്ള തിരിച്ചുള്ള മറുപടി. വിശ്വസിക്കേണ്ട. അച്ചായനെ പോലുള്ളവര് റസൽ പറയുന്നത് വിശ്വസിച്ചാ മതി. യാരാ റസൽ? എനിക്ക് റസലിനെ അറിയത്തില്ല. മതം സ്ഥാപിച്ച ആള്, അച്ചായന്റെ മതം സ്ഥാപിച്ച ആളാണ്. അത് കുഴപ്പമില്ല. ബാക്കി പുത്രന്മാരെ കുറിച്ചൊന്ന് പറഞ്ഞുതരാ കുരുളിച്ച. ബാക്കി എത്ര പുത്രന്മാരുടെ? അതായത് എന്താ ഈ ബൈബിള് പറയാത്തൊന്നും ഞാൻ കയ്യിൽ നിന്നിട്ട് പറയാറില്ല സഹോദരി. ബൈബിള് പറയാത്തത് കയ്യിൽ നിന്നിട്ട് പറയാറില്ല ഞാൻ. അല്ല കുരുളിച്ചാനല്ലേ പറഞ്ഞേ യേശു ഏകജാത പുത്രനെ എഴുതിയിട്ടില്ല എന്നാ വേണ്ട. എന്നാ ഏകജാത പുത്രൻ ഉണ്ടെങ്കിൽ പുള്ളിയുടെ പേരും ബാക്കി പുത്രന്മാരുണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ കുരുളിച്ചാൻ കാണിക്കും. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചേനെമായിരുന്നു. ബൈബിളിൽ എഴുതിയിട്ടില്ലെന്നേ. നിങ്ങൾ പറഞ്ഞ യേശുക്രിസ്തു ഏകജാതനായ പുത്രനാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല എന്നതുപോലെ നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനും ബൈബിളിൽ മറുപടി എഴുതിയിട്ടില്ല. അപ്പൊ ഞാനും എന്റെ പിതാവും എന്ന് യേശുക്രിസ്തു പറയുന്ന ആരെ പറ്റിയാ? യേശുക്രിസ്തു ഞാനും എന്റെ പിതാവും എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണെന്ന് ചോദിക്കുന്ന ആ ചോദ്യം തന്നെ ജഡിലമല്ലേ സഹോദരി? അല്ല എന്റെ കുരുളിച്ച അത്രയും ഞാനും എന്റെ പിതാവും എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അപ്പനും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഗുരുവിളയുടെ അപ്പൻ സാമുവേലും കൂടെ എന്ന അർത്ഥമുള്ളൂ. അല്ലാതെ അതിനെന്താ? അത് ഇതുമായിട്ട് എന്താ ബന്ധം? അത് ഇതുമായിട്ട് ബന്ധം എന്താണ്? അല്ല യേശുക്രിസ്തു പുത്രനാണോ? യേശുക്രിസ്തു പുത്രൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ സഹോദരി ഒരു മിനിറ്റ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തി ശിമയോൻ പത്രോസ് പ്രസ്താവിച്ച് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തിയ വാക്യം ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു. മത്തായി 16:16. അല്ല അത് കഴിഞ്ഞോ? ബാക്കി മ്യൂട്ട് ചെയ്യില്ല, മ്യൂട്ട് ചെയ്താ ബാക്കി പറയൂ. അല്ല യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുരുളച്ചൻ എന്ത് ഉദ്ദേശം എനിക്ക് മനസ്സിലായിരുന്നില്ല. കുരുളച്ചൻ പറഞ്ഞ അല്ല പുത്രനാണ് എന്ന് കുരുളച്ചൻ പറഞ്ഞു. ഏകപുത്രനാണെന്ന് ഉള്ളതാണോ തർക്കം? അല്ല ഞാനല്ല ഏകപുത്രനാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ടു. ആണെങ്കിൽ യേശുക്രിസ്തു ഏകപുത്രനാണെന്ന് എഴുതിയിരിക്കുന്ന വാക്യം കാണിച്ചോ? അല്ല അപ്പൊ അങ്ങനെ വാക്യമില്ലെങ്കിൽ രണ്ടാമത്തെ പുത്രന്റെ വാക്യം പറയാവോ? കുരുളിച്ചാൻ പറയാം. നിങ്ങൾ കൊണ്ടുവന്ന വാദം സ്ഥാപിക്കാൻ വാക്യമില്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അവിടെ തീർന്നു നിങ്ങളുടെ വാദം. കുരുളിച്ച എന്തോ വാദം? ഈ വാദം തീവ്രവാദം മതത്തിലല്ലേ കുരുളിച്ച? അതല്ലേ ഈ പറഞ്ഞോണ്ടിരുന്നേ. യോഹന്നാന്റെ സുവിശേഷത്തിലും മതമൊന്നും അല്ലല്ലോ അച്ഛാ പറയുന്നത്. കൂടുതൽ ആത്മാവിനെ കുറിച്ച് ആത്മീയ കാര്യങ്ങളല്ലേ പറയുന്നത്. ഈ ദൈവവചനം ഫുള്ള് ആത്മീയ കാര്യങ്ങളാ പറയുന്നത് കുരുളിച്ച. അത് വാദമായിട്ട് സുവിശേഷം എഴുതിയ യോഹന്നാൻ അത് എഴുതി അവസാനിപ്പിക്കുമ്പോ പറയുന്നത്, ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ആരെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് കൃത്യമായിട്ട് ആ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ
അല്ല, ഈ പുള്ളിയല്ലേ വെളിപ്പാട് എഴുതിയ? ഈ പുള്ളിയല്ലേ എനിക്ക് പറഞ്ഞു തീരട്ടെ സഹോദരി, അത് കഴിഞ്ഞ് പറ. ഓക്കെ, അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ വളരെ കൃത്യമായി താൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ എഴുതിയത് കൊണ്ട് ഇത് വായിക്കുന്നവർ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് യോഹന്നാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കി എനിക്കൊന്ന് പറഞ്ഞുതരാമോ? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്നും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്നാ യോഹന്നാൻ പറഞ്ഞ. അല്ല, യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞില്ല. ഓക്കെ, കുരുളച്ചാൻ മനസ്സിലായത് ലാസ്റ്റത്തില് താങ്കൾ എനിക്ക് താഴ്മയോടെ പറഞ്ഞു തന്നത് ദൈവപുത്രനായ ക്രിസ്തു. അപ്പൊ ഏകജാതൻ തള്ളിക്കളഞ്ഞു, അതെനിക്ക് വിഷമമില്ല കുരുളച്ചാൻ. ഈ പുള്ളിയല്ലേ വെളിപ്പാട് എഴുതിയേ? കണ്ട് ചത്തവനെ പോലെ ആയി നീതിയേക്കുന്നത് വെളിപ്പാട് എഴുതിയ യോഹന്നാന്റെ കാര്യമല്ലേ പറയുന്നത്? അവിടെ കണ്ടതാരാ? അവിടെ എവിടെ കണ്ട കാര്യം പറയുന്നത്? എനിക്ക് കുരുളച്ചനെ കാരണം തേങ്ങ വേറെ ഒന്നും പറയാം, വിഷയത്തിൽ നിന്ന് അത് മാത്രം പറ സഹോദരി. എവിടെ? അല്ലല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടത് പിതാപുത്രൻ, അതെന്തോ തേങ്ങ. എന്റെ പൊന്ന് സഹോദരി, ഒരു വിഷയം പറയുമ്പോ അതിനകത്ത് നിന്ന് സോറി ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തില് ഇതേ യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എഴുതുന്നില്ലേ? അപ്പൊ ഒരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കി, നിലയങ്കിയൊക്കെ ധരിച്ച ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് ചത്തവനെ പോലെ ആയി നീതി നിൽക്കുന്നില്ലേ ആത്മാവിൽ? അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ കാര്യം. എന്റെ പൊന്നച്ച, എനിക്ക് ഇതുപോലെ പറ റെഫറൻസ് എടുക്കാൻ മറന്നു വെച്ചാ. ആദ്യം വെളിപ്പാട് പുസ്തകം ഈ പറഞ്ഞത് ഉപദേശിമാര് പറഞ്ഞതും പിന്നെ സാറുമാര് പഠിപ്പിച്ചതും കേട്ട് പഠിക്കാതെ ബൈബിൾ വായിക്കുക. ഒന്നാം അധ്യായം കൃപയാൽ വേറെ ആരെന്നെ പഠിപ്പിക്കാൻ ഇതൊരു ദൈവം അനുവദിച്ചു. എന്നാ വേറെ ആരും പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ യേശു ക്രിസ്തുവിനെ കണ്ടെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? എവിടെ യോഹന്നാൻ പറഞ്ഞ യേശു ക്രിസ്തുവിനെ കണ്ടെന്ന്? അല്ല, പുള്ളി അപ്പൊ എന്തോ കണ്ട, എവിടെ നിന്ന് കണ്ട എഴുതിയതപ്പം? യോഹന്നാൻ പറഞ്ഞോ താൻ കണ്ടത് യേശു ക്രിസ്തുവിനെയാണെന്ന് പറഞ്ഞോ? ഗണപതിയെ ആയിരിക്കും, അതായിരിക്കും. പക്ഷെ യേശു ക്രിസ്തുവിനെ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞില്ല. റെജിന സിസ്റ്റർ മനസ്സിലായോ? പറഞ്ഞില്ല, എഴുതിയിട്ടുണ്ട്. ഉപദേശിമാരും പാസ്റ്റർമാരും പറഞ്ഞു കേട്ടോ ഒന്നും അല്ലല്ലോ, തന്നെത്താനെ പഠിച്ചാൽ. എന്നാ അവിടെ യേശു ക്രിസ്തുവിനെ കണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞ വാക്യം ഒന്ന് കാണിച്ചു. ഗണപതി പപ്പ മോറിയ ഗണപതി നിൽക്കുന്നുണ്ട്. അച്ഛാ, ഇത്ര ബാലിശമായ വാദങ്ങളൊക്കെ ആയിട്ട് നടക്കാതെ അച്ഛൻ ഇനിയെല്ലാം നന്നാകും. ഞങ്ങളെല്ലാം ഇല്ലാതെ വരുമ്പോ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് മണ്ടത്തരം പറയുന്നതിന് എന്നാ മറുപടി പറയാൻ അച്ഛാ? അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കണ്ട യോഹന്നാൻ പോലും പറഞ്ഞില്ല, പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എന്റെ പൊന്നച്ച, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരിച്ചിട്ട് ജീവിച്ച യേശു ക്രിസ്തു മാത്രമേ എന്റെ അറിവിലുള്ളൂ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അറിവിലുള്ളൂ. ലാസർ മരിച്ചിട്ട് ജീവിച്ചില്ലയോ? എന്നേക്കും ജീവിക്കുന്ന ലാസർ പറഞ്ഞു. ലാസർ പിന്നെ ചത്തതിന് തെളിവുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയുടെ ഡോക്യുമെന്റ് ലാസർ പിന്നെ ബിഷപ്പായി സൈപ്രസിലെ. ഞാൻ നിങ്ങളുടെ അവിടെ നിൽക്ക. ഈ ലാസർ സൈപ്രസ് ബിഷപ്പായി അയാളുടെ കല്ലറ വരെ ഇപ്പോഴും അവിടെ ഉണ്ട്. ചുമ്മാ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ലാസർ, കുരുവിളച്ചായന്റെ ലാസർ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇത് കേക്ക, യേശു ക്രിസ്തുവിനെ താഴ്ത്തി കെട്ടണമെന്ന് അച്ചായന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അച്ചായൻ അതിന് വേറെ വല്ല സ്ഥലവും നോക്കച്ചാ. അച്ചായൻ യേശുവിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ലാസർ, യേശു ഉയർപ്പിച്ച ലാസറാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശു ഉയർത്തു എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല, യേശു മരിച്ചു എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മരിച്ചിട്ട് ഉയർത്ത് എന്നേക്കും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ആ ദർശനത്തിൽ പരാമർശിക്കുന്നതെന്ന് അംഗീകരിക്കാൻ അച്ചായന് പറ്റുന്നില്ല. ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവനാണ് ദൈവം, പിതാക്കന്മാരുടെ ദൈവം എന്ന് അപ്പോസ്തലന്മാര് പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. യഹൂദന്മാരോട് യേശുവിന്റെ ശിഷ്യന്മാര് പറയുന്നു, ദൈവം ഉയർപ്പിച്ചു, യേശുവിനെ ഉയർപ്പിച്ച ദൈവമുണ്ട്. അതുപോലെ തന്നെ ലാസറിനെ യേശുവിനെ ഉയർപ്പിച്ച്. അച്ഛനെന്ത് ഈ ബഹളം വെക്കുന്ന? യേശുവിനെ ഒരു ദൈവം ഉയർപ്പിച്ചു എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതിനിപ്പോ ദൈവം ഉയർപ്പിച്ചതാണെങ്കിൽ ലാസറിനെ ഉയർപ്പിക്കുമ്പം യേശു സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുക, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു, എന്നെ നീ അയച്ചതാണെന്ന് ഇവർ അറിയേണ്ടതിന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ദൈവം കൊടുത്ത അധികാരത്താലാണ് ലാസറിനെ ഉയർപ്പിച്ചത്. അച്ഛാ ഒന്ന് മ്യൂട്ട് ചെയ്യച്ചാ. പിതാവ് എല്ലാവരെയും മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ
പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും മുറിവാക്യം വായിക്കരുത്. ഒന്നാമത് യഹോവസാക്ഷിക്കാരുടെ ട്രാക്ട് വായിച്ചിട്ട് ആ വാക്യങ്ങൾ മാത്രം ബൈബിളിൽ വരച്ചു വെച്ചിട്ട് തർക്കിക്കാൻ ഇറങ്ങരുത് അച്ചായ. ബൈബിൾ മുഴുവൻ വായിക്കണം. യേശുക്രിസ്തു പറയാണ് പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. അപ്പൊ എങ്ങനെ പിതാവിനെ ബഹുമാനിക്കുന്നോ അങ്ങനെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടവനാണ് പുത്രൻ. അപ്പൊ അച്ചായൻ പുത്രനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിതാവിനെ ബഹുമാനിച്ചിട്ട് വലിയ വിശേഷമൊന്നുമില്ല. ആ ബഹുമാനം പിതാവ് സ്വീകരിക്കുകയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അയച്ചവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ അയച്ച പിതാവിനെ കൈക്കൊള്ളണമെങ്കിൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടേ മതിയാകൂ. ഇത് യേശുക്രിസ്തു വേണ്ട, അവനെ അയച്ച പിതാവ് മതി എന്ന് പറയുന്ന അച്ചായൻ്റെത് പാഷന്റെ ഉപദേശമാണ്. അത് വർക്ക് ചെയ്യത്തില്ല. അത് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഇതാണ് പിന്നെയും നിങ്ങൾ ഞാൻ പറയാത്തത് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഏക സത്യ ദൈവമെന്ന് വിശ്വസിക്കുന്നത്. യോഹന്നാൻ 17:3. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ് എന്ന് അവിടെ വളരെ ക്ലിയർ ആയിട്ട് ദൈവപുത്രൻ പറഞ്ഞത് കിടപ്പുണ്ട്. ഞാൻ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ വചനം കേട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന നിത്യജീവനാണ് ഞാൻ നോക്കി പാർക്കുന്നത്. മനസ്സിലായോ? അല്ല യേശുക്രിസ്തുവിനെ ഞാൻ ഇകഴ്ത്തി കാണിക്കുന്നില്ല, കുറച്ച് കാണിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതും സകലതും ഞാൻ അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. ഇനി എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു എന്നാണ് ആ വാക്യം. ഓക്കെ, ന്യായവിധി ലഭിച്ച പുത്രന്റെ കാര്യം പറയുമ്പം യേശുക്രിസ്തു പറയുന്നു യോഹന്നാൻ 12:47 ഞാൻ ആരെയും വിധിക്കുന്നില്ല, വിധിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നത്. യോഹന്നാൻ 12:48 എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഒരു വിധികർത്താവിനെ കുറിച്ച് അവിടെ യേശുക്രിസ്തു പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെയാണ് ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കുന്നത്. യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞ വചനമാണ്. അതാണ് വിധികർത്താവ്. യേശുക്രിസ്തു പറഞ്ഞ വചനമാണ് പുത്രൻ എന്ന് എനിക്ക് ഈ വചനങ്ങൾ വെച്ച് പറയാൻ കഴിയും. അത് പിതാവിന്റെ വചനമാണ്. യേശുക്രിസ്തുവിനെ അയച്ച പിതാവ് യേശുക്രിസ്തുവിനോട് താൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും യേശുക്രിസ്തുവിന് കൽപ്പന നൽകിയിരിക്കുന്നു എന്ന് യേശുവോടെ പറഞ്ഞത്. യേശുക്രിസ്തുവിനെ അയച്ച പിതാവിന്റെ വചനം നിത്യജീവനാണെന്ന് യേശു അറിയുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ആകയാൽ പിതാവ് തന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ യേശുക്രിസ്തു സംസാരിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വചനമാണ്, യേശുക്രിസ്തു പറഞ്ഞ വചനം പിതാവിന്റെ വചനം. ആ വചനമാണ് ഒടുക്കത്തെ നാളിലെ ന്യായവിധി നടത്തുന്ന വിധികർത്താവായ പുത്രൻ എന്ന് ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മിനിറ്റ്, കുരുളച്ചനെ തുടങ്ങിയത് യേശുക്രിസ്തു ഗുരു ആണെന്നും പറഞ്ഞു കുരുളച്ചൻ തുടങ്ങി. ഇപ്പൊ ഇത്ര ആൾക്കാർ താഴെ ഇരിക്കുമ്പം കേൾക്കുമ്പം അവർക്കൊരു സമ്മറി കൊടുക്കണമല്ലോ. കുരുളച്ചൻ യേശുക്രിസ്തു ഗുരു ആണെന്ന് പറഞ്ഞു. തന്റെ ഏകജാതന പുത്രൻ നമ്മൾ പറഞ്ഞപ്പം ദൈവത്തിന് ഏകജാതന പുത്രനാണോന്ന് തെളിവ് ചോദിച്ചു. അപ്പൊ ഞാൻ സത്യത്തിൽ കുരുളച്ച ഞാൻ താങ്കളൊരു ക്രിസ്ത്യാനി എന്ന് വിചാരിച്ചോട്ടെ ഇതുവരെ സംസാരിച്ചു. അപ്പൊ എന്റെ ഇതില് യോഹന്നാൻ കണ്ടോന്ന് ചോദിച്ചാൽ താഴെ ഞാൻ വചനം ഇട്ടിട്ടുണ്ട്. പിന്നെ യേശുക്രിസ്തു ദൈവമാണെന്ന് എഴുതിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പം കുരുളച്ചാൻ പറഞ്ഞു വരുന്നതിനകത്ത് യേശുക്രിസ്തു ദൈവം, നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് ഞങ്ങൾ അംഗീകരിക്കേണ്ടെന്നാണോ പറയുന്നത്? കുരുളച്ചാൻ എന്തുവാ പറഞ്ഞു വരുന്നത്? ഗുരു ആണെന്ന് പറഞ്ഞു, തന്റെ ഏകജാതൻ അല്ലെന്ന് പറഞ്ഞു. അവനെ എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാ പാസ്റ്റർ SP പിന്നെ പറഞ്ഞത് അവനെ എഴുതിയിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ടാണ് കുരുളച്ചാൻ പുത്രനെ പിന്നെ പറഞ്ഞ ആക്ഷേപിച്ചില്ല എന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യം പറയും. പുത്രനെ ആക്ഷേപിച്ചുവെന്നും ഇത്ര അനാവശ്യങ്ങൾ എന്നെ കുറിച്ച് പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ റീപ്ലൈ കേൾക്കുമ്പോ കുരുളച്ചാൻ അനാവശ്യം പറഞ്ഞു കേൾക്കുന്നത് കുരുളച്ചാന്റെ പുത്രനെ ഞാൻ ആക്ഷേപിച്ചോ? ഇല്ലില്ല, പുത്രനെ ഞാൻ ആക്ഷേപിച്ചോ? നിങ്ങൾ അവകാശപ്പെട്ടത് ബൈബിളിൽ കാണിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. യേശുക്രിസ്തു ഏകജാതനായ പുത്രനാണെന്നും പുത്രൻ ദൈവമാണെന്നും ഒക്കെ നിങ്ങളാണ് അവകാശപ്പെട്ടത് സഹോദരി, ഞാനല്ല. ആ അവകാശപ്പെട്ടത് ബൈബിളിൽ കാണിക്കാൻ നിങ്ങൾക്കില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല. അല്ല കുരുളച്ച, ഇതിന്റെ നിങ്ങൾ അവകാശപ്പെട്ടത് ബൈബിളിൽ കാണിക്കാനില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല. അതിന് എന്നെ കുറിച്ച് ഞാൻ പറയാത്തത്, ഞാൻ യേശുക്രിസ്തുവിനെ ആക്ഷേപിച്ചു എന്നൊക്കെ ആവശ്യമില്ലാത്ത പറയുന്നത് തെറ്റല്ല. കുരുളച്ചാൻ ആക്ഷേപിച്ചാലും പുള്ളിയുടെ
കുരുളച്ചൻ നേരിട്ട് പിതാവിനെ മഹത്വപ്പെടുത്താൻ എടുത്ത് ആവോട്ട് കാലേ വെച്ച് ആവോട്ടിടും കുരുളച്ചൻ. ഇതൊക്കെ അനാവശ്യമായി വ്യക്തിപരമായ അധിക്ഷേപം അല്ല നടത്തുന്നതാണ്. അല്ലല്ല അത് ഞാൻ ശരി. ഇത്തരം കുരുളച്ച കാര്യങ്ങൾ അപ്പം നിങ്ങൾ എന്തിനാ ഈ ഒരു ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരു എനിക്ക് മിനിറ്റ് കുരുളച്ച, എനിക്ക് എന്നെയാണ് കുരുളച്ച വ്യക്തിപരമല്ല, എനിക്ക് ആക്ഷേപിച്ചത്? വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതിനോടാണ് താല്പര്യം. ഓക്കെ, അല്ലാതെ വിഷയത്തിൽ നിന്ന് സംസാരിക്കും. കുരുളച്ച എന്നെയല്ല ആക്ഷേപിച്ചത്, ഈ പറയുന്ന ഞങ്ങളുടെ രക്ഷിതാവ് നമ്മുടെ ദൈവത്തെ ആ കുരുളച്ചൻ ആക്ഷേപിച്ചത്. അപ്പൊ കുരുളച്ചന് വ്യക്തിഹത്യ, സ്വന്തം വ്യക്തിഹത്യക്ക് വേദന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഞാൻ രക്ഷിതാവ് എവിടെയാ പറയുന്നത് സഹോദരി വേദനയുണ്ട്. ആക്ഷേപിച്ചത്? എന്ത് ആക്ഷേപമാ പറഞ്ഞ സഹോദരി? അല്ല, എന്ത് ആക്ഷേപമാ ഞാൻ പറഞ്ഞ സഹോദരി? ഇപ്പൊ കോളനിയിലെ ഈ ഒരു ആവശ്യമില്ലാത്ത മിനിറ്റ് പറയാതെ പറഞ്ഞതിന് ഒന്ന് മ്യൂട്ട് തെളിവുണ്ട്, അത് ചെയ്യണേ. പറയാം. എന്താ ഞാൻ പറഞ്ഞത്? കോളനിയിലെ പൊട്ടന്മാരെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുമ്പോ ഞാൻ പൊട്ടനല്ല, അത് ചാടിപ്പിടുത്ത് വ്യക്തിഹത്യ എന്ന് കുളച്ചാൻ ഈഗോ ചാടുമ്പം ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് ഒരു വാക്ക് കേൾക്കാൻ പറ്റാത്തപ്പം ഇത്ര അടിയും ഇതെല്ലാം കൊണ്ട് മരിച്ച് ഈ പറഞ്ഞ പിതാവിന് ഉയർത്തിയതിന്റെ ആ പിതാവ് സ്നേഹിക്കുന്ന പുത്രനെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ കർത്താവായിട്ടും രക്ഷിതാവായിട്ടും നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ എനിക്ക് എപ്പോഴൊന്നും ആവശ്യമുണ്ട്, ഞാൻ പുറത്തോട്ട് വരാം. ഞാൻ എന്റെ മോളെ വിളിക്കാൻ പോകും, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാൻ പോയിട്ട് വരാം. അല്ല അതാ അതെ, ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഇപ്പൊ താമസിച്ച് ജോയിൻ ചെയ്തവർക്കുണ്ട്. ഇപ്പൊ കുരുളച്ചാൻ ഇവിടെ വെച്ചിരിക്കുന്ന ആർഗ്യുമെന്റ് ഇതാണ്. ഒന്ന്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ അവരേവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത് വളരെ പ്രസിദ്ധമായ വാക്യമാണ്. അതേപ്പറ്റി സുവിശേഷത്തിന്റെ ഹൃദയം എന്നാണ് മാർട്ടിൻ ലൂതർ വിശേഷിപ്പിച്ചു. ഈ ഒരു വാക്യം മാത്രം മതി എന്നാണ് കൂടുതൽ ദൈവഭക്തന്മാരും തലമുറകളായിട്ട് പറഞ്ഞത്. ഗോൾഡൻ വേർഡ്സ് ഓഫ് ദ ബൈബിൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അപ്പൊ അതിനകത്ത് ആ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ പുത്രൻ യേശുക്രിസ്തു അല്ലെന്നുള്ള ഒരു വാദമാണ് നമ്മുടെ ആദരണീയനായ ഗുരുളച്ചായൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ആദ്യം കേൾക്കുമ്പം പല ആളുകൾക്കും ക്ഷോഭം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഇത് വളരെ നാളുകളായിട്ട് പറയുന്നതാണ്. ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതേ വാദം അദ്ദേഹം ഇന്ന് ഇവിടെ വെച്ചു. അത് യേശുക്രിസ്തു ആണ് 99.999% ക്രിസ്ത്യാനികളും ലോകമെമ്പാടും വിശ്വസിക്കുന്നത്. അടുത്തത് പിന്നെ രണ്ടാമത് പുള്ളി വെച്ചത്, ഈ സിസ്റ്റർ റെജീന വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ചു. വെള്ളോടിന് സദൃശമായ കാലും അഗ്നിജ്വാലക്കത്തുള്ള കണ്ണും പഞ്ഞി പോലെ താടിരൂപമായിട്ട് നിൽക്കുന്ന രൂപം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം, യോഹന്നാൻ തിരിഞ്ഞു നോക്കി മരിച്ചവനെ പോലെ വീണു. അപ്പൊ അതും യേശു അല്ലാതെ യേശു അത് നിങ്ങളോട് ആര് പറഞ്ഞു എന്നാണ് അടുത്ത ചോദ്യം കുരുവളച്ചാന്റെ വകയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ നിൽക്കുന്ന രൂപം പറഞ്ഞു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നേക്ക് ജീവിച്ചിരിക്കുന്നതായിട്ട് യേശുക്രിസ്തുവിനെ മാത്രമേ ഞങ്ങൾ അറിയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുരുവളച്ചാൻ പറഞ്ഞു അത് ലാസറാന്ന് പറഞ്ഞു. കാരണം ലാസർ മരിച്ചിട്ട് ഉയർത്തു. അപ്പൊ പത്മോസിന്റെ ദ്വീപിൽ ലാസറിനെയാണ് യോഹന്നാൻ കണ്ടതെന്നാണ് കുരുവളച്ചാന്റെ ഉപദേശം. ഈ രണ്ട് പ്രധാന പോയിന്റിലാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഈ രണ്ട് പോയിന്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുത്രനെ ബഹുമാനിക്കുന്നതിനെ കുറിച്ച്, പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പുത്രൻ യേശുക്രിസ്തു അല്ല. കാരണം പുത്രന് ന്യായവിധിയുടെ അധികാരം കൊടുത്തിരിക്കുന്നു. പിന്നെ അദ്ദേഹം 12-ാം അധ്യായത്തിൽ നിന്ന് ന്യായം വിധിക്കുന്നത് താൻ സംസാരിച്ച വചനമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വചനമാണ് പുത്രൻ. അപ്പോൾ യേശുക്രിസ്തു അല്ലാതെ വചനം എന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. ആ എൻറ്റിറ്റിയാണ് ബഹുമാനിക്കേണ്ടത്. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ വചനമാണ് പുത്രൻ, അത് യേശുക്രിസ്തു അല്ല എന്നുള്ള ഒരു പ്രിമൈസസ് ആണ് ഇപ്പോൾ കുരുവളച്ചാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ അടിവില്ലിലേക്ക് ഓടിക്കയറാൻ താല്പര്യമുള്ള പോരാളികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുകളിലേക്ക് വരാം. ഞാൻ കാര്യങ്ങളുടെ ഒരു വശം പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്.